ട്രേഡ് യൂണിയനായ INTUC-യുടെ തമ്മിലടി ഇതുവരെ തീർന്നിട്ടില്ല. എന്തായാലും അതിൻ്റെ ഏതാണ്ടൊരു വക്കിലെത്തിയിരിക്കുന്നു എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അഴിമതിക്ക് കൂട്ടുനിന്ന അല്ലെങ്കിൽ അഴിമതി തെളിഞ്ഞ പ്രസിഡന്റ് അദ്ദേഹത്തെ കോടതി സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും അതുകൊണ്ട് ഇവരുടെ ഈ പരിപാടി, അതായത് ഈ ഒരു തർക്കം തീരും. പലതട്ടിൽ നിൽക്കുന്ന INTUC വീണ്ടും ഒന്നിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും INTUC-യിലെ ഒരു വിഭാഗം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക്. കുറച്ച് നാളായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളായി കിടക്കുന്ന INTUC-യിലെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരം കാണാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശവുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നേക്കുന്നത്. എന്തിൻ്റെ ബലത്തിലാണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 28-ാം തീയതി ബാംഗ്ലൂരിൽ കൂടിയ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി ഇന്ത്യയിലെ ഈ പ്രവർത്തനരഹിതവും അല്ലാതെയൊക്കെ കിടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും യൂണിയനുകളെ, അതിൽ കേരളത്തിലെ പ്രശ്നം ഗൗരവതരമായതുകൊണ്ട് കമ്മിറ്റിയെ പിരിച്ചുവിട്ട് അഡ്ഹോക് കമ്മിറ്റി വെക്കാനുള്ളൊരു തീരുമാനം ഉണ്ടാകുകയും അത് അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ സജീവ റെഡ്ഡിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെന്റ് വന്നിരിക്കുന്നത്. ഈ കശുവണ്ടി അഴിമതി കേസിൽ ഇവിടുത്തെ പ്രസിഡന്റ് പൂർണ്ണമായി കുറ്റക്കാരനാണെന്നും അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് തടഞ്ഞു വച്ചിരുന്ന തൊഴിൽ വിരുദ്ധ ഗവൺമെൻറ് അത് പോയി വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെൻറ്റിൻ്റെ നായകൻ VD സതീശൻ പരസ്യമായി തന്നെ ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കുകയില്ല എന്ന് കോടതിയോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ നടപടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുക. അതിലെ ഒരു പ്രശ്നം ഇന്ന് കോടതിയിൽ അവശേഷിക്കുന്നുണ്ട്. അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഈ ചന്ദ്രശേഖരൻ കുറ്റക്കാരനാണ്, അത് പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് തടസ്സമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഭാഗം ക്ലിയർ ആയിരിക്കുകയാണ്. വിശേഷിച്ചും INTUC-യുടെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റിയുടെ 299-ാം നമ്പർ തീരുമാനവും 300-ാം തീരുമാനവും അത് ഓട്ടോമാറ്റിക്കായിട്ട് സോമോട്ടോ നടത്താനുള്ള അഴിമതിയിൽ ബന്ധപ്പെട്ടിട്ടുള്ള നേതാക്കന്മാരെ സോമോട്ടോ അവർ പുറത്തു പോകണം എന്നുള്ള തീരുമാനം നേരത്തെ ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് അതിനൊരു അന്ത്യം വന്നിരിക്കുന്നു. ഈ കഴിഞ്ഞ ബാംഗ്ലൂർ വർക്കിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ കേരളത്തിലെ കമ്മിറ്റിയെ, INTUC എന്ന് പേരിൽ നടക്കുന്ന കമ്മിറ്റിയെ പിരിച്ചുവിട്ട് പുതിയ അഡ്ഹോക് കമ്മിറ്റി സമർത്ഥമായ രീതിയിൽ മുൻകാലത്തെ പോലെ നല്ല തൊഴിലാളി സ്നേഹമുള്ള ഒരു കമ്മിറ്റിയെ നിയമിക്കണം എന്ന് ആവശ്യപ്പെടാനാണ്, അത് അഖിലേന്ത്യാ പ്രസിഡന്റിനോട് ആവശ്യപ്പെടാനാണ് ഞങ്ങൾ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അത് പൊതുജനങ്ങളെയും കേരളത്തിലെ എല്ലാ വിഭാഗം മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളെയും ആ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഞാനും ഈ ഹരിദാസും RMP ഒക്കെ കഴിഞ്ഞ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി പങ്കെടുത്തതാണ്. അതുകൊണ്ട് ഇനി ഒട്ടും താമസിക്കരുത് എന്ന് ഉള്ള നിലപാടാണ് ഇപ്പോൾ. അതിന് ഈ പത്രസമ്മേളനത്തിൽ വെച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്, ഞങ്ങളുടെ നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തി അതോടൊപ്പം ഈ പ്രസിഡന്റിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. ഇന്ത്യൻ കോൺഗ്രസിൻ്റെ ഭരണഘടനാടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന തെറ്റുകൾ പൊറുക്കാൻ ഒക്കുന്നതല്ല. അതുകൊണ്ട് INTUC-യിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെ പുറത്താക്കി ഈ പൊതുരംഗത്തൊരു സംശുദ്ധത വരുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടും.
വളരെ വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഞങ്ങൾ വർക്കിംഗ് കമ്മിറ്റിയിൽ പങ്കെടുത്തു കഴിഞ്ഞ 28-ാം തീയതി ഈ കാര്യത്തിനെക്കുറിച്ച് സജീവ റെഡ്ഡിയുമായിട്ട് സംസാരിച്ച കാര്യമാണ്. പക്ഷേ ഇനി നീണ്ടുപോയാൽ കേരളത്തിലെ INTUC ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുമെന്നുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് കേരളത്തിലെ INTUCയുടെ നേതൃത്വത്തിൽ ഒരു മാറ്റം വരുത്തി ഒരു അഡ്ഹോക് കമ്മിറ്റി താൽക്കാലികമായിട്ടെങ്കിലും ഉണ്ടാക്കണമെന്ന് സുരേഷ് ബാബു പറഞ്ഞു. അതുമാത്രമാണ് എനിക്കും പറയാനുള്ളത്. മറ്റു കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ ഹാളിൽ വെച്ച് ഞങ്ങളെല്ലാം തന്നെ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിൻ്റെ വിശദീകരണങ്ങൾക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ INTUCയുടെ പ്രസിഡൻ്റായി തുടരുന്ന R. ചന്ദ്രശേഖരൻ നായരെ പുറത്താക്കണം എന്നും കർശനമായ ശിക്ഷ അദ്ദേഹത്തിന് കൊടുക്കണമെന്നുമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. കോടതി ഒരു ഉഴപ്പൻ മട്ടിൽ ആദ്യം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചെങ്കിലും പിന്നീട് കർശനമായ ഉത്തരവ് പുറപ്പെടുവിക്കേണ്ട സാഹചര്യം ഉണ്ടായി. കാരണം അതിനുവേണ്ടിയാണ് ഞങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസം നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചത്. അതായത് ചന്ദ്രശേഖരൻ്റെ മറ്റു ന്യായങ്ങളൊന്നും പറയാതെ പുറത്താക്കുകയും അയാളുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കർശന നടപടിയെടുക്കണമെന്നും പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഗവൺമെൻറ് ഈ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലോക ചരിത്രത്തിൽ ആദ്യമാണ് ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷിയും ഒരുപോലെ താലോലിക്കുന്ന ഒരു INTUC പ്രസിഡന്റ് കേരളത്തിലുണ്ടായത്. ലോക ചരിത്രത്തിൽ നിങ്ങളും ഞാനുമൊക്കെ ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിച്ച് പഠിച്ച് ജനഹൃദയങ്ങളിലേക്ക് പകർത്തിവെക്കാൻ ശ്രമിച്ചിട്ടുള്ള തീക്ഷണശാലികളായ ബുദ്ധിജീവികളാണ്. അവിടെയെങ്ങും നമ്മൾ ഇങ്ങനൊരു സംഗതി കണ്ടിട്ടില്ല. ചന്ദ്രശേഖരൻ INTUCയുടെ പ്രതിനിധിയായി ജയിച്ചു കഴിഞ്ഞതിന് ശേഷം 580 കോടി രൂപയുടെ അഴിമതി കാണിച്ചു. അത് തെളിഞ്ഞു. അതിനുശേഷം ഈ ജനകീയ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ അദ്ദേഹം സത്യാഗ്രഹം ഇരിക്കുന്ന വേളയിൽ എൻ്റെയും നിങ്ങളുടെയും രാജ്യത്തിലെ ജനകീയ മന്ത്രിസഭ എന്ന് അഭിമാനിക്കുന്ന ഒരു മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് രക്തഹാരങ്ങൾ അണിയിച്ചു എന്നത് ലോക ചരിത്രത്തിൽ അത്ഭുതകരമായ ഒരു സംഭവമാണ് എന്ന് ഞാൻ കരുതുന്നു. ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരേപോലെ ഒരു അഴിമതിക്കാരനെ കയ്യിൽ വെച്ച് താലോലിച്ച് അയാൾക്ക് വേണ്ട സഹകരണവും സൗകര്യവും പ്രൊട്ടക്ഷനും ഗവൺമെന്റിന്റെ പേരിൽ ഭരണകൂടത്തിന്റെ പേരിൽ കൊടുത്തത് കടന്ന കൈയായിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞങ്ങൾ നടത്തിയ നിരാഹാര സത്യാഗ്രഹത്തിൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു. ഈ നിരാഹാര സത്യാഗ്രഹത്തിന്റെ കാരണം എന്താണെന്ന് പത്രസുഹൃത്തുക്കൾ ഞങ്ങളോട് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് 11 മണിക്ക് കോടതിയിൽ പ്രസന്റ് ചെയ്ത ശിക്ഷണ നടപടി അല്ലെങ്കിൽ ഗവൺമെന്റ് തീരുമാനം 10:30 മണിക്ക് തന്നെ ചന്ദ്രശേഖരൻ പൊതുയോഗത്തിൽ വായിച്ചു. അവിടെ വച്ച് തന്നെ പത്രപ്രവർത്തകരുടെ മുമ്പിൽ അവിടെ വെച്ച് വായിച്ചു. അത് ചരിത്രത്തിൽ ഒരിക്കലും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞു തീർക്കാം. അപ്പോ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ തൊഴിലാളി രംഗത്ത് വമിക്കുന്ന വിഷബീജങ്ങളുടെ സിമ്പലുകളാണ് എന്ന് മനസ്സിലാക്കി എല്ലാ പത്രപ്രവർത്തകരുടെയും അതുപോലെ തൊഴിലാളി നേതാക്കന്മാരുടെയും സഹായം, സഹകരണം, ആത്മാർത്ഥമായ പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ഈ കശുവണ്ടി അഴിമതി കേസിൽ
അത് പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം എന്നുള്ള അഭിപ്രായം മാത്രമല്ല ANDCക്കുള്ളത്. അദ്ദേഹം ANDC പ്രസിഡൻ്റായി വന്നതിന് ശേഷം ബോർഡുകളിൽ ബോർഡ് മെമ്പർമാരെ അതുപോലെ ചെയർമാൻമാരെയൊക്കെ വയ്ക്കുന്നത് പണം വാങ്ങിയാണ്. അപ്പം അതിൽ വ്യാപകമായ പരാതി അതിലുണ്ട്. അതുപോലെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങൾ പോലും കാശ് വാങ്ങി ഭാരവാഹിത്വം കൊടുക്കുന്ന ആ ഒരു നിലപാട്. അപ്പം അതിലൊക്കെ പഴയകാല INTUCയുടെ നേതാക്കൾ അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയും അത് ശരിയല്ല എന്ന് വാദിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അദ്ദേഹം അതൊന്നും വകവയ്ക്കാതെ അദ്ദേഹത്തെ ഇഷ്ടം പോലെ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ അതുപോലെ ജില്ലാ കമ്മിറ്റികൾ ജില്ലയിൽ പ്രസിഡന്റ്മാരെ വയ്ക്കുന്നത് അതിനൊന്നും ആരോടും ചോദിക്കാതെ അദ്ദേഹം ഏകപക്ഷീയമായി എടുത്ത തീരുമാനങ്ങളൊക്കെ അദ്ദേഹത്തെ ഈ സ്ഥാനത്തുനിന്ന് മാറ്റണം, ആ ഒരു അഭിപ്രായം വ്യാപകമായി കേരളത്തിലെ INTC നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. 10 വർഷക്കാലമായി ഇടതുപക്ഷ ഗവൺമെൻറ് ചേർന്ന് പിണറായി വിജയനോട് ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു. ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ ഒട്ടേറെ അവകാശങ്ങൾ തകർക്കപ്പെട്ടപ്പോൾ അതിനുവേണ്ടി ശബ്ദിക്കാൻ INTC ഉണ്ടായില്ല എന്ന നഗ്നമായ സത്യമുണ്ട്. അതുകൊണ്ട് INTCയുടെ പ്രസിഡന്റ് മാറണം, പുതിയ അഡ്കോർ കമ്മിറ്റി ഉണ്ടാവണം, അതിനുവേണ്ടിയുള്ള ഒരു പോരാട്ടം അത് ഞങ്ങൾ ആരംഭിക്കുന്നു. അതാണ് ഞങ്ങൾ ഒരു സന്ദേശമായി നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കോൺഗ്രസ് അനുകൂല സംഘടനയായ INTCയുടെ അടി കോൺഗ്രസ് ഭരണം, അതായത് ഈ 5 കൊല്ലത്തിനകത്ത് എങ്കിലും ഒന്ന് ക്ലിയർ ആകട്ടെ എന്നൊക്കെ പ്രതീക്ഷിക്കാം. എന്തായാലും ഇവരുടെ അടിയൊക്കെ മാറി നല്ലൊരു ട്രേഡ് യൂണിയനായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടാം. അതൊരു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.